And once again, welcome back to Mehroofi guys. ഞാൻ ആദ്യം തന്നെ ഒരു സോറി പറയാണ്. കാരണം എൻ്റെ ചാനലിൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ക ബിസി ആയിരുന്നു. പക്ഷേ ഇനി മുതൽ നമുക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് നല്ല നല്ല വീഡിയോസ് ഇടാം. ഇന്ന് നമ്മളൊരു എയർ കൂളറുമായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ 20 രൂപയുടെ ചിലവിൽ ഒരു സിമ്പിളായിട്ടൊരു എയർ കൂളർ നിർമ്മിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്, 1.2K സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കും അറിയാം. എനിക്ക് ഡ്യൂഡിൻ്റെ ചാനൽ, അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ ചാനലിന് ചെറിയൊരു സപ്പോർട്ട് കിട്ടിയിരുന്നു. ചെറിയൊരു സപ്പോർട്ട് എന്ന് പറയാൻ കഴിയില്ല, ഒരു നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് കിട്ടിയത്. ഡ്യൂഡിൻ്റെ കട്ട ഫാനായ ചങ്കുകൾ നമുക്ക് വന്നിട്ട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഡ്യൂഡിൻ്റെ ഫാൻസിനും എൻ്റെ കൂടെ ആദ്യമേ നിന്ന് പോരുന്ന ആ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് നന്ദി പറയാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ലൈവ് വരണം. അപ്പോൾ ഈ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി നമ്മൾ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ ഇനിയും എൻ്റെ ചാനലും ഡ്യൂഡിൻ്റെ ചാനലും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട്, എല്ലാവരുടെ ചാനലും സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ആദ്യമായി തന്നെ പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ മിനി കൂളർ എങ്ങനെയാണ്, ഒരു റൂമിനെ തണുപ്പിക്കാൻ പറ്റിയ മിനി കൂളർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഒരു മിനി എക്സോസ്റ്റ് ഫാൻ, 2 9 വോൾട്ട് ബാറ്ററി, ഒരു മിഠായി കുപ്പി, ഒരു PVC പൈപ്പ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ കുപ്പീൻ്റെ മൂടിയിൽ ഒരു ഓട്ട ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മുകളിൽ എക്സോസ്റ്റ് ഫാൻ വെക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടാണ് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് കാറ്റ് ഇറങ്ങിച്ചെല്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓട്ട ഇടൽ നിർബന്ധമാണ്. അപ്പോൾ ഓട്ട ഇട്ട് കഴിഞ്ഞ് നമ്മളത് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഗ്ലൂ ഗണ്ണ് ഒട്ടിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാനുണ്ട്. ഇത് നമുക്ക് തണുത്ത കാറ്റ് പുറത്തേക്ക് വരാനുള്ള ഒരു വാതിലാണ്. ഈ PVC പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് പുറത്തേക്കുള്ള ആ തണുത്ത കാറ്റ് വരിക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തത് കൂളിംഗ് ഫാനിൻ്റെ ഫിറ്റിംഗ് ആണ്. കൂളിംഗ് ഫാൻ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നല്ലപോലെ ഒട്ടിക്കുക. അവിടെ ഇവിടെ ഓട്ടകളോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ എല്ലാ ഭാഗവും വൃത്തിയാക്കി ഒട്ടിക്കുക. നമ്മുടെ PVC പൈപ്പിന്റെ ഫിറ്റിംഗ് ആണ്. അപ്പോൾ ഇതും അതേപോലെ തന്നെ വൃത്തിയാക്കിയിട്ട് ഒട്ടിക്കുക. നമുക്ക് 2 9 വോൾട്ട് ബാറ്ററി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കൂളിംഗ് ഫാനിന് 12 വോൾട്ട് DC വേണം. അപ്പോൾ നമുക്ക് 9 വോൾട്ട് ഒറ്റ ബാറ്ററിനോട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 2 ബാറ്ററി തന്നെ ഉപയോഗിക്കണം ആ പവർ കിട്ടണമെങ്കിൽ. ഫ്രണ്ട്സ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂളിംഗ് ഫാനിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഐസ് ഇടുക എന്നതാണ്. ഈ ഐസാണ് നമുക്ക് പുറത്തേക്ക് നല്ല കൂളായിട്ടുള്ള കാറ്റ് പുറത്തേക്ക് വരുന്നത്. ആ PVC പൈപ്പിലൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കാറ്റ് കിട്ടും. നമ്മൾ കുറച്ചുകൂടി ഹൈ സ്പീഡ് ഫാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു റൂം തണുക്കാൻ മാതിരിയുള്ള ആ കാറ്റ് കിട്ടുക തന്നെ ചെയ്യും 100%. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും. കാരണം അതിൻ്റെ കാറ്റ് അത്രയും ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് നല്ല തണുപ്പിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ സ്വിച്ച് വേണമെങ്കിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാം കൂടി കണക്ഷൻ ആക്കിയിട്ട് വെച്ചാലും സംഭവം വർക്കിംഗ് ആണ്. അപ്പോൾ ഹൈ സ്പീഡിൽ ഫാൻ കറങ്ങുന്നതുകൊണ്ടായിരിക്കും ക്യാമറയിൽ എടുക്കുമ്പോൾ മെല്ലെ കറങ്ങുന്ന പോലെയാണ് അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നല്ലൊരു ശതമാനം കാറ്റ് തന്നെ വരുന്നുണ്ട്. ഒരു റൂം തണുപ്പിക്കാൻ ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അത് എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് മെഹ്റൂഫി സൈനിങ് ഓഫ്.